ഇപ്പോൾ ഈ അനീതിക്കിരയായ സ്ത്രീ ഉഷ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്, റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. ഉഷ, കേൾക്കാമോ? ശ്രീമതി ഉഷ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കയ്യിലിരിക്കുന്നത് ആ എക്സ്റേ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോഴുണ്ടായ വികാരം എന്താണ്? അതായത് ഇത്രയും കാലം അനുഭവിച്ച വേദന ഈ അനാസ്ഥ കൊണ്ടാണ് എന്ന് മനസ്സിലായത് എപ്പോഴാണ്? ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെയാണ് ഈ വേദന മൊത്തം, നടുവേദന വരും, വയറുവേദനയൊക്കെ എനിക്ക് വരുമായിരുന്നു. അന്നേരം ഞാൻ ഓരോ ഡോക്ടർമാരുടെ വീടുകളിൽ ആശുപത്രി കൊണ്ട കാണിച്ച് മരുന്ന് മേടിക്കുകയും ഇഞ്ചക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ മോനാണല്ലോ എൻ്റെ കൂടെ എല്ലാ ഡോക്ടർമാരുടെ ആശുപത്രിയിലും കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ലാസ്റ്റ് എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് ഞങ്ങൾ നാസർ ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് ഞാനും മോനും കൂടെ ചെന്നപ്പം പറഞ്ഞു മൂത്രസഞ്ചിയിൽ കല്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു പിന്നെ ഒന്ന് എക്സ്റേ എടുത്ത് മൂത്രവും പരിശോധിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്ത് മൂത്രവും പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഞാനും മോനും കൂടെ പോയത് ഡോക്ടറുടെ വീട്ടിൽ. ചൊവ്വാഴ്ച പോയി എക്സ്റേ എടുക്കാൻ ചെന്നപ്പം പറഞ്ഞ് ഭക്ഷണം കഴിച്ചത് കൊണ്ട് തെളിയത്തില്ല, അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച വരാൻ പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച രാവിലെ പോയി എക്സ്റേ എടുത്ത പെണ്ണ് പറഞ്ഞു, എന്നോട് ചോദിച്ചു കോപ്പർട്ടി ഇട്ടിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ എക്സ്റേ പടത്തിലൊരു വര പോലെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീണ്ടും ഒരു എക്സ്റേയും കൂടി എടുത്തപ്പോഴാണ് ഈ പിന്നെ കത്രിക കാണുന്നത്. അപ്പം എൻ്റെ അടുക്ക് അവർ വന്നിച്ചും പറഞ്ഞു വയറ്റിൽ കത്രികയാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോനെ വിളിച്ച് അവർ കത്രിക കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പം ഡോക്ടർ ഈ പടം എടുത്ത് ഇതിങ്ങനെ വെച്ച് നോക്കിയപ്പം പറഞ്ഞ് കത്രിക കിടക്കുന്നു. അപ്പം മോൻ്റെ അടുക്കൽ നമ്പരും ഒക്കെ വാങ്ങിച്ചപ്പം പറഞ്ഞ് ഇന്നലെ രാത്രി ഇങ്ങോട്ട് വിളിച്ചിട്ട് മോനോട് പറഞ്ഞു ഇന്ന് രാവിലെ പിന്നെ ആശുപത്രി ചെല്ലി 8 മണിയാകുമ്പോൾ ചെല്ലി അവിടെ ഒരു ഡോക്ടറുണ്ട്, ഗൈനക്ക് ഡോക്ടർ, ആ ഡോക്ടറെ കൊണ്ടാ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പടങ്ങളെല്ലാമായിട്ട് ഡോക്ടറെ കൊണ്ടാ കാണിച്ചപ്പോൾ ഡോക്ടർ എല്ലാ രക്തവും മൂത്രവും എല്ലാ സർജറി എല്ലാം പരിശോധിച്ച് എക്സ്റേ അടിക്കാൻ ഡോക്ടർമാർ 2 പേരും കൂടെ ഞങ്ങളുടെ കൂടെ വരികയൊക്കെ ചെയ്തു. എല്ലാം എടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞ് നാളെ രാവിലെയും കൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഞാനൊന്നും മിണ്ടാതെ കണ്ട് ഞാനിങ്ങോട്ട് വന്നു. അപ്പം പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട, തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്യുന്നു, ചൊവ്വാഴ്ച ഓപ്പറേഷൻ നടത്താമെന്നാ പറഞ്ഞത്. ഇപ്പം എനിക്ക് ഇനി വണ്ടാനത്ത് പോയി ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, ഞാൻ പോകുന്നില്ല. എനിക്ക് എവിടെയെങ്കിലും നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യണം, എന്നെ എവിടെയെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എനിക്ക് കത്രിക എടുത്ത് കളയുകയും ചെയ്യണം. ആരോട് പറയണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആരോടും അല്ല, അവരെന്ത് വേണേലും ചെയ്തോളാന്ന് പറഞ്ഞു. എന്താണ് ആരോടും പറയണ്ട, ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. ശരി. ഈ 2021 ഈ ഓപ്പറേഷന് ശേഷം മറ്റൊരു ഓപ്പറേഷനും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല. ഓക്കെ. ഈ 2021 നടന്നിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. എനിക്ക് പനിയൊക്കെ വരും. പനിയൊക്കെ വരാൻ നേരത്ത് കൊണ്ടുപോയി മരുന്ന് മേടിക്കും. പക്ഷെ ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡൊക്കെ പോകുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഡോക്ടർമാരെ കൊണ്ട് കാണിക്കും, ഇഞ്ചക്ഷൻ എടുക്കും, മരുന്ന് മേടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വേദന കുറെ സഹിച്ചിട്ടുണ്ട്, നടുവേദനയൊക്കെ. ഏത് മാസത്തിലാണ് ശ്രീമതി ഉഷ? പക്ഷെ ഞാനത് ഒതുക്കുമായിരുന്നു. പിന്നെ 2021 മെയ് 5-ാം തീയതി. ഈ വേദന എപ്പോ തൊട്ടാണ്? ലളിതാംബിക ഡോക്ടറിനാണ് ഞാൻ കാണിച്ചതിനെ ഓപ്പറേഷൻ ചെയ്തത്. വേദന എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 3-4 മാസം കഴിയുമ്പോ എനിക്കിങ്ങനെ വേദന എപ്പോൾ മുതലാണെന്ന് ചോദിക്കാം. വേദന എനിക്ക് മിക്ക ദിവസവും എനിക്ക് വയറുവേദനയൊക്കെ വരുമ്പോ ഞാൻ അടുത്തുള്ള ആശുപത്രി പോയിട്ട് ഞാൻ പോയി പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് മരുന്നും ഒക്കെ വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഈ കുറെ ദിവസമായിട്ട് എന്റെ മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകുന്ന കണ്ടുകൊണ്ട് ഞാനൊരു പ്രൈവറ്റ് ആശുപത്രി ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ആങ്ങളുടെ മോളാണ് അവിടെ ലാബിലിരിക്കുന്നത്. അപ്പം മൂത്രം പരിശോധിച്ചപ്പം പറഞ്ഞ് മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരുവാന്ന് പറഞ്ഞു. ഈ ജോലിക്കൊക്കെ അങ്ങനെ പരിശോധിച്ചു. പിന്നെ ഞാൻ മരുന്നൊക്കെ വരുന്ന കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
ജോലിക്ക് പോകാനായിട്ട് ഞാൻ തൊഴിലുറപ്പുള്ളപ്പം തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഈ കുറെ ഇടയായിട്ട് എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. വേദനയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പണിക്കൊന്നിനും പോകുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുമോ. വേദന വരുമ്പോൾ ഗുളിക എടുത്ത് കഴിക്കും. വേദനയുടെ ഗുളിക എടുത്ത് കഴിച്ച് വെള്ളവും കുടിക്കും വേദന വരുമ്പോൾ. പിന്നെ മൂത്രത്തിൽ ഇങ്ങനെ ബ്ലഡ് കളറായിട്ട് പോകും. അപ്പം സ്കാൻ ചെയ്ത റിപ്പോർട്ടിൽ കിട്ടിയത് ഇങ്ങനെയാണ്, മൂത്രസഞ്ചിക്കല്ലെന്നാ പറഞ്ഞത്. ഈ മൂത്രസഞ്ചിക്കല്ലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബ്ലീഡിങ് ആയിട്ടല്ല, ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകുമെങ്കിലും കുറെ നാളുകളൊക്കെ ആയി എനിക്ക് ഈ ബ്ലഡ് പോകാൻ തുടങ്ങിയിട്ട്. അപ്പൊ മുതൽ ആശുപത്രി പോകുന്നതാണല്ലേ? മൂത്രസഞ്ചിക്കല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനോർത്ത് ഞാൻ പോകുന്നുണ്ട്, ആശുപത്രിയിലൊക്കെ പോവും. മോന് എന്നെ എല്ലാ ഡോക്ടർമാരുടെ അടുത്തും ആശുപത്രിയിലൊക്കെ എന്നെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിപ്പിക്കുകയും മരുന്ന് മേടിച്ച് തരികയൊക്കെ. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ പാമ്പേഴ്സ് വെച്ചോണ്ടാ പോകുന്നത്. എനിക്ക് മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പണച്ചിലവും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ ഒരുപാട്. എന്തോ? അല്ല, ഈ ഓരോ ആശുപത്രികളിലായിട്ട് പോകുമ്പോഴുണ്ടാകുന്ന പണച്ചിലവും ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. പണം ഇഷ്ടംപോലെ പൈസ എനിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് കുഞ്ഞ്. 1000 രൂപ 1500 രൂപയൊക്കെയാ മരുന്ന് മേടിച്ചോണ്ട് വരുന്നത്. എനിക്ക് ഇഷ്ടംപോലെ പൈസ ചെലവായിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഈ മരുന്ന് മേടിക്കുന്നതിന് കണക്കില്ലായിരുന്നു എനിക്ക്. പക്ഷെ എന്തിനാണെന്ന് മാത്രം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇല്ല മരുന്ന് തരും, ഇഞ്ചക്ഷൻ എടുക്കും, ഗുളിക കഴിക്കും. ഇഷ്ടം പോലെ മരുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ. എവിടെയെങ്കിലും ഒരു കാര്യം നടന്നാൽ, ഒരു അടിയന്തരത്തിന് എന്തെങ്കിലും കാര്യത്തിന് എന്നാൽ ഈ ഗുളികയായിട്ടാണ് ഞാൻ പോകുന്നത്. ഈ അതായത് തിങ്കളാഴ്ച ആശുപത്രിയിൽ പോകാം ശസ്ത്രക്രിയക്ക് വേണ്ടി എന്നാണോ നാസർ ഡോക്ടർ പറഞ്ഞത്? നാസർ ഡോക്ടറല്ല പറഞ്ഞത്, ന്യൂറോളജിയിൽ പിന്നെ കൈനക്ക് ഡോക്ടർ എന്നെ കാണിച്ച്. നാസർ ഡോക്ടർ പറഞ്ഞിട്ട് ഞങ്ങൾ കൈനക്ക് ഡോക്ടറെ ചെന്ന് കണ്ടു. കൈനക്ക് ഡോക്ടറാ പറഞ്ഞത്. 2 ഡോക്ടർമാരെയും കൂടെ കൂട്ടി ഞങ്ങളെ വിട്ട് എക്സ്റേ എടുത്ത്, പിന്നെ ഇത് ECG എടുത്ത്, ബ്ലഡ് എടുത്ത്, മൂത്രം എടുത്ത്, എല്ലാ ടെസ്റ്റുകളും നടത്തി. അപ്പം ഈ നാസർ ഡോക്ടർ മൂത്രം പരിശോധിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞ അതിൻ്റെ അകത്ത് പഴുപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിനുള്ള മരുന്ന് ഗുളികയൊക്കെ തന്ന എന്നെ വിട്ടത്. നാളെ ചെല്ലണമെന്ന് പറഞ്ഞ്. ഞാനിനി വണ്ടാനത്തോട്ട് പോകുന്നില്ല. എന്നെ എവിടെയെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുക. എനിക്ക് പേടിയാ വണ്ടാനത്തോട്ട് പോകാനായിട്ട്. ശ്രീമതി ഉഷ, അതായത് ഡോക്ടർ ഇങ്ങോട്ട് രാത്രി തിരിച്ചു വിളിക്കുന്നു, അവിടെ പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ 2 ഡോക്ടർമാർ കൂടെ വരുന്നു. വീഴ്ചയുണ്ടായതിനു ശേഷം, അത് ബോധ്യപ്പെട്ടതിന് ശേഷം VIP പരിഗണനയാണ്. അപ്പൊ എനിക്ക് പണ്ടാരത്തോട്ട് പോകാൻ പേടിയാ. നാളെ ഇപ്പോ ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുക്കും നാട്ടുകാരൊക്കെ ചേർന്ന് എന്നാണ് പറയുന്നത്. അപ്പോ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? അനുഭവിച്ചത് ഉഷയാണല്ലോ. ഉഷ, ഞാൻ അതുപോലെ വേദന തിന്നു. ഉഷ ഇഷ്ടം പോലെ വേദന തിന്നിട്ടുണ്ട്. വേദന തിന്നുന്നതിന് കണക്കില്ല. മൂത്രം പോയി കഴിയുമ്പോൾ ഞാൻ കുനിഞ്ഞ് നിൽക്കും, മുട്ടല് കുനിഞ്ഞിങ്ങനെ കിടക്കുക. വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ശരിക്കും വേദന തിന്നിട്ടുണ്ട്. ശരിക്കും വേദന തിന്നത്. ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുമ്പോഴും എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചാലും തൊഴിലുറപ്പിന് പോകുമ്പോഴും ഒക്കെ ഇതൊരു വലിയ പ്രശ്നമായി കഴിഞ്ഞ 5-6 വർഷം അല്ലേ? തൊഴിലുറപ്പിന് ചെല്ലുമ്പോൾ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ ശകലം ചെയ്തിട്ട് എഴുന്നേറ്റ് നിൽക്കും. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ അണയ്ക്കും, പട്ടി അണയ്ക്കുന്ന കണക്ക്. അങ്ങനെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് എൻ്റെ തൊഴിലുറപ്പിന് ഞങ്ങൾക്കില്ലായിരുന്നു. ഇപ്പം പേര് വന്നപ്പോൾ എനിക്ക് പണി ചെയ്യാൻ പോകാൻ വയ്യ എനിക്ക്. അതുകൊണ്ട് ഞാൻ പണിക്കൊന്നിന് പോകുന്നില്ല. പിന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഞാൻ പാമ്പേഴ്സും വെച്ചോണ്ടാണ് പോകുന്നത്, മൂത്രം പോകുന്നതുകൊണ്ട്. അതിലൊരു കൺട്രോളുമില്ല. അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ പാമ്പേഴ്സ് ഒക്കെ വെച്ച് പോയാലും ഈ വേദന അങ്ങനെ തന്നെ നിൽക്കും അല്ലേ? മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന, തുള്ളി മൂത്രം പോയി കഴിയുമ്പോൾ ഭയങ്കര വേദന. ഞാൻ കടിച്ച് പിടിച്ച വേദന സഹിക്കുന്നു. ഇതിനൊക്കെ കാരണം ഇതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എന്താ പറയാനുള്ളത് ശ്രീമതി ഉഷ? ഹലോ,
അല്ല, ഇതിനൊക്കെ കാരണം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ എന്താ തോന്നുന്നത്, എന്താ പറയാനുള്ളതെന്ന് ചോദിക്കായിരുന്നു. കെ സി വേണുഗോപാലുമായി പക്ഷേ ഇപ്പോൾ സംസാരിക്കുകയാണ്. കെ സി വേണുഗോപാൽ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, വണ്ടാനത്ത് ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ആങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. ആങ്ങളമാരൊക്കെ വന്നിട്ടേ ആങ്ങളമാരോടൊക്കെ ചോദിച്ചിട്ട് പറയാം. എനിക്കിങ്ങനെ ഇരിക്കുമ്പോ കുത്തിയിരിക്കുമ്പോ എനിക്ക് വേദനയുണ്ട്. എനിക്ക് മനസ്സിലായി, ഊഹിക്കാൻ പറ്റുന്നില്ല. 5 വർഷമായിട്ട് ഇങ്ങനെ ഇതൊരു കഷ്ടമാണ് അനുഭവിച്ചത്. അപ്പോ പറയാൻ വാക്കുകളില്ല. അപ്പൊ നമ്മള് അങ്ങനോട് ചോദിച്ചു വന്നിട്ട് എന്താ വേണ്ടി വെച്ചാൽ അതിന് വേണ്ടുന്ന സഹായം നമ്മൾ ചെയ്തോളാം കേട്ടോ. പറഞ്ഞാൽ മതി, ഓഫീസിന്റെ പറഞ്ഞാൽ മതി. ഇങ്ങനെ ആങ്ങളമാരോട് ചോദിച്ചിട്ട്, നാത്തൂമാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹലോ ഹലോ, ആ പറ. സ്ഥലം എം പി കൂടിയായ കെ സി വേണുഗോപാൽ വിഷയമായി സംസാരിക്കുന്നതാണ് പ്രേക്ഷകർ കേട്ടത്. എന്തായാലും അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നാളെ പരാതിയുമായി പോകും എന്നുള്ളത് അവിടുത്തെ ജനകീയ സമിതി നേരത്തെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നം ഒരു അനീതിയാണ്, അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് അവരെല്ലാവരും പറയുന്നത്. പക്ഷേ സമീപത്ത് ഇത്രയും കാലം ആശുപത്രികളിൽ കയറി ഇറങ്ങിയ വലിയ യാത്രകളുടെ രേഖകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉഷ നമ്മളോടൊപ്പം ഉണ്ട്, ശരത്തും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ശരത്ത്, ഇനി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നില്ല, എനിക്ക് പേടിയാണ് എന്നാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് മാധു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു അനുഭവത്തിൽ തന്നെ അവർ പാഠം പഠിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും കാലം 5 വർഷമായി ദുരനുഭവം കൊണ്ട് അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. നേരെ നിൽക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോലും പോകാൻ കഴിയാത്ത രീതിയിൽ, മൂത്രമൊഴിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അത്ര കഠിന വേദന കഴിഞ്ഞ 5 വർഷമായി അവർ അനുഭവിക്കുന്നു. ഇതിനിടയ്ക്ക് രക്തം ഉൾപ്പെടെ വന്നിട്ട് പലതവണ ചികിത്സ തേടി. പക്ഷേ ചികിത്സിച്ച ഡോക്ടർമാർക്കൊന്നും തന്നെ ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വേദന വന്നത്, രക്തം വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു കണ്ടെത്തലെത്തുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ സ്കാനിങ്ങിലൂടെ കൂടി അത്രയും ദിവസം കാത്തു നിന്നു എന്നുള്ളത്. അതായത് കഴിഞ്ഞ ഇത്രയും ദീർഘനാളായിട്ട് ഈ സ്ത്രീ ഇത്ര വേദന കടിച്ചു തിന്നുന്നു. ഒപ്പം അവർക്ക് സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പാമ്പേഴ്സ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിത സാഹചര്യം പോലും മാറി. പക്ഷേ എന്തുകൊണ്ട് ഈ വീഴ്ച പറ്റി എന്നുള്ളത് ഇത്രയും കാലമായി കണ്ടെത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ അവർ ദുരനുഭവം നേരിട്ടു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ വീഴ്ച അവർ ഒരു പരാതിയായി മുന്നോട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ അവർക്ക് ഒരു ശസ്ത്രക്രിയ നടന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. അതിനിടയിലായിരിക്കാം ഈ കത്രിക കുടുങ്ങിയത് എന്നുള്ളത് തന്നെയാണ് ഇവർ ഇപ്പോൾ എന്തായാലും ഒരു പരാതിയായി മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ എന്തായാലും കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവരെ ബന്ധപ്പെടുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇതിപ്പോൾ ഒരു വലിയൊരു വിവാദമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതൊരു പരാതി കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. നേരത്തെ നമുക്കറിയാം അർച്ചനയുടെ വിഷയം കോഴിക്കോടാണ്. ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു സംഭവം, ദുരനുഭവം ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. അർച്ചന ദീർഘനാൾ കത്രിക വയറ്റിൽ കുടുങ്ങി, ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. ഒടുവിൽ പിന്നീട് പരാതിയായി സമരമായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ അവർ സമരം നടന്നു. പക്ഷേ അതിലൊന്നും തന്നെ വേണ്ട ഒരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ ആലപ്പുഴ